തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ സയ്യിദ് മുഹമ്മദ് ആദിലിന് IS ബന്ധം എന്ന ATS എറണാകുളം ATS കേന്ദ്രത്തിൽ ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടത്തി എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രൊജക്ട് ഹൾക്കിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കേസിൽ ആണ് നടപടി. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം IS വേരുകൾ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നു എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് ഇടയിലും രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ബന്ധങ്ങൾ ഉള്ളവർ പിടികൂടപ്പെടുന്ന സാഹചര്യത്തിലുമാണ് ആദിലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ അതീവ ഗൗരവതരമായി കാണേണ്ടതായി വരുന്നത്. ഇപ്പോൾ ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, തീവ്രവാദ ശക്തികൾ പലപ്പോഴായി വേരുറപ്പിക്കുകയും പിന്നീട് ക്ഷയിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും IS ബന്ധം ഉള്ളവർ നമ്മുടെ രാജ്യത്ത് തുടരുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് തന്നെ ന്യൂസ് 18 പലപ്പോഴായി പുറത്തുവിട്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് മുന്നിൽ നമ്മുടെ കൂട്ടത്തിനിടയിൽ പോലും അത്തരം ബന്ധമുള്ളവർ ഉണ്ട് എന്നതിലേക്കാണോ ഇപ്പോൾ എത്തുന്നത്? എന്താണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ATS രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പിടികിട്ട പുള്ളിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് ആദിൽ എന്ന വ്യക്തി. ഇയാളുടെ വയസ്സെത്രയാണെന്നോ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണെന്നോ അതടക്കമുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. അത്തരം സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 7-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് സയ്യിദ് മുഹമ്മദിനെ ലുക്കൌട്ട് സർക്കുലർ നിലവിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തടഞ്ഞു വെക്കുന്നു. അവിടെ ഡീറ്റെയിൻ ചെയ്തതിന് ശേഷം വലിയതുറ പോലീസിന് വിവരം കൈമാറുന്നു. വലിയതുറ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നു.